ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ പാക്കിംഗ് വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാം കഴിഞ്ഞ് പാക്കിംഗ് ചെയ്തെടുത്തു. അതെ, എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ആകെ ഒരു 3-4 ദിവസത്തേക്കാണ് പോണെങ്കിൽ ഞങ്ങൾ ഒരു 10 മാസത്തേക്കുള്ള ഡ്രസ്സുകൾ ഒരു മാസത്തേക്കുള്ള ഇന്ത്യൻ ഡ്രസ്സ് നോക്കി ഇത്രയും ഡ്രസ്സുകളും അച്യുതമ്മ തന്നെ കണ്ണം തള്ളിയിരിക്കുവാണ്. ഇതെന്താ ഇത്രയും ഭാഗമായിട്ടൊക്കെ ഇറങ്ങി പോകുന്നില്ല. സോ ഞങ്ങള് പോകാനായിട്ട് ഇറങ്ങി. അപ്പൊ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം അല്ലേ? ഓക്കെ, ഇതൊക്കെ ഇത് ചെന്ന് അങ്ങോട്ട് എത്തട്ടെ. അതെ, 18-ാം പടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങട്ടെ, സന്നിധാനത്ത് നിന്ന് താഴേക്ക്. ഇപ്പൊ ഇടുന്ന ഡ്രസ് അല്ല, ഇപ്പൊ ഇടുന്ന ചെരുപ്പ് നിങ്ങൾ ആരും കാണണ്ട. ചെരുപ്പൊക്കെ ആ ബാഗിനകത്തുണ്ടമ്മ. ചെരുപ്പൊക്കെ ആ ബാഗിലുണ്ട്, കാണാൻ ഇട്ടേക്കുന്ന ബാഗിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇടുന്ന ചെരുപ്പുണ്ട്. ഈ ചെരുപ്പാണോ ഇടുന്നേ? യെസ്. അതിനകത്ത് ഷൂ ഉണ്ട്, ഷൂ ആ ഇടുന്നേ. വണ്ടിയിൽ ഇട്ടാ മതി. പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ അച്ഛനും അമ്മയും അവിടെ ഇരിക്കൂ. വേണ്ട, തരാം. അവിടെ പോയിട്ട് വിളിക്കാമോ? പിന്നെ വാട്സാപ്പിലെ കോൾ എടുക്കാൻ അച്ഛന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പച്ചയില് പതിയെ ഇങ്ങനെ ഇട്ടിട്ട് മുകളിലോട്ട് എടുത്താൽ മതി. വാട്സാപ്പില് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വാട്സാപ്പില് ആ പച്ചയില് മുകളിലേക്ക് അമർത്തി മതി, അപ്പൊ എടുക്കാൻ പറ്റും. ഓക്കെ, ഹായ്, ടാറ്റാ. മഴയുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴ. നീ പോന്നു. എവിടെ പോവാ? ഹെവിയാ. ദുബായിക്ക് പോലും ഞാൻ ഇതുപോലെ ദുബായിക്ക് ഇപ്പോൾ എടുത്തോണ്ട് പോയി. ഗൈസ്, കാരണം ഫോണൊക്കെ എടുത്തല്ലേ? ഫോണൊക്കെ ഉണ്ട്. അങ്ങനെ ബാഗെല്ലാം തൂക്കി പോകുന്നു. അങ്ങ് ദുബായിൽ പോയ പോലെയാണ് ബാഗും തൂക്കി പോകുന്നത്. പാട വരുമ്പത്തില്ല. ഞാനും എനിക്ക് ബാഗുണ്ട്, ഒരു ഹാൻഡ് ബാഗേജ് ഉണ്ട്, അതുപോലെ തന്നെ ട്രോളി ബാഗും ഉണ്ട്. ഇവിടെയൊക്കെ ചെളിയാവുമ്പോ നമ്മൾ ചെരുപ്പിട്ടില്ല, കാരണം ഷൂ ഇടാൻ വേണ്ടി എടുത്തു. പിന്നെ ഷൂ ഇട്ടില്ല അല്ലേ? ഗൈസ്, കാരണം ഇനി വണ്ടി ഇങ്ങോട്ട് ഇറക്കുന്നു. അല്ലെങ്കിൽ ഒരു പരുവായി. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ബാഗ് ഇങ്ങ് എത്തിച്ചപ്പോ തന്നെ ഇന്ന് ഒരു പരുവായായിരുന്നു. സമയം ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങുന്ന വെച്ചാണ്, പക്ഷെ 4:30 കേട്ടാ. ട്രാഫിക് കിട്ടുമെന്നാണ് പേടി. 400 meters. അയ്യോ, ആ സൈഡിൽ കൂടെ പോയല്ല, ഈ സൈഡിൽ കൂടെ പോവാം. അയ്യോ, ഇപ്പൊ വിചാരിച്ച് വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടെ ബ്ലോക്കാണ്. അങ്ങനെ ഞങ്ങളെ എയർപോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. എല്ലാം ഞാൻ എയർപോർട്ടില്, കൊച്ചിൻ എയർപോർട്ടില് ദുബായി പോകാൻ ദുബായിക്ക് പോയതിന് ഒറ്റ റോങ് കൊച്ചി ഇറങ്ങിയിട്ടില്ല. ലാസ്റ്റ് ഞാൻ കൊച്ചി വന്നിറങ്ങുന്നത് ഖത്തറിലായിരുന്നു. 2020 ലാസ്റ്റ് ഞാൻ കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. എല്ലാം അന്നേരം ഇങ്ങനെയാണ്, ട്രിവാൻഡ്രം ആയിട്ടില്ല കണക്ഷൻ. പിന്നെ എങ്ങനെ പിന്നെ എല്ലാം പിന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കായി. കൊച്ചിയായിട്ട് ഒരു ബന്ധവും ഇല്ല. കോട്ടയത്ത് കിടക്കുന്നവരെ കൊച്ചി എയർപോർട്ടുമായിട്ട് മൊത്തം ട്രിവാൻഡ്രം ആയിരുന്നു. പോകുന്നതും ട്രിവാൻഡ്രം, മരുന്നതും ട്രിവാൻഡ്രം, ഉണ്ടാക്കാനും വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ ആളുണ്ടായി. അങ്ങനെ ഓടിയെത്തും. അതാണ് കൊച്ചിയെ പറ്റി പറയാനുള്ളത്. അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ട് നമുക്ക് 2 മണിക്കൂർ കൂടി ട്രാവലിംഗ് ഉണ്ട്. 63 കിലോമീറ്റർ കൂടി ഉണ്ട്. 8 മണിക്ക് നമ്മൾക്ക് അവിടെ എത്തണം. അതിനുള്ളിൽ ഡിന്നറും കഴിക്കണം എന്നുള്ളതുണ്ട്. എന്തെങ്കിലും ലൈറ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മള് ചോറ് കഴിച്ചപ്പോ അല്ലേ. ഞാനല്ലെങ്കിലും ഈ ഫ്ലൈറ്റ് ഞാൻ ദുബായിക്ക് പോകുമ്പോഴേക്കാണ് അന്ന് മൊത്തം ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഒരു കാര്യം, കണ്ണന് ഇത്രയും ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ടെൻഷനാണ്. ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോ ഭയങ്കര, ആദ്യം കയറാൻ പോകുമ്പോഴാണ്. പക്ഷെ എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. എനിക്കുള്ള ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പാസ്പോർട്ട് ഞാൻ റിനോവൽ ചെയ്ത് എന്റെ ഇത് ജെൻഡർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഉള്ള പുതിയ പാസ്പോർട്ട്. അപ്പം കുറെ വർഷമായി പാസ്പോർട്ട് മാറ്റിയിട്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എന്റെ ഫേസ് അപ്ഡേഷൻ ചെയ്തായിരുന്നു. പക്ഷെ എന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലെങ്കിലും ഫ്ലൈ ചെയ്തെങ്കിൽ ഓക്കെ, ഞാൻ അത് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ട്.
പിന്നെ പാസ്പോർട്ടിൽ ഇനി എനിക്ക് അച്ഛന്റെ പേരാണ് കിടക്കുന്നത്. ഇനി Turn left onto Pumanur, near to Puja Highway. ഹസ്ബൻഡിന്റെ പേര് ആഡ് ചെയ്യണം എന്ന് എനിക്കുണ്ട്. കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് മാറ്റാം. അങ്ങനെ കുറുക്കച്ചിറത്തി അല്ലേ? കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് മാറ്റാം. Continue on Pumanur, കുറെ നാളോടെ കഴിഞ്ഞിട്ട് Puja Highway for മാറ്റി ഔട്ടായി പോയെന്ന് തോന്നിയാലോ. ഔട്ടായിരുന്നു അല്ലേ? മാറ്റണ്ടായിരുന്നു. കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് മാറ്റാം പാസ്പോർട്ട്. വേറെ ഒന്നിലെ പേരുകളൊന്നും മാറ്റിയിട്ടില്ല. പാസ്പോർട്ടിൽ ഞാൻ വിചാരിച്ചു ഇരുന്നോട്ടെ. എവിടെ ഇല്ലേലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ മറ്റേ എലക്ഷൻ ഇതിന്റെ ഞാൻ പൂരിപ്പിച്ചു കൊടുത്തന്നെ ഞാൻ എഴുതി കൊടുത്തു. ഭാര്യ സീമ വിനീത് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു ഇവിടത്തെ വോട്ടിംഗ് ലിസ്റ്റില്. എന്നിട്ട് നമ്മളെവിടെ പറയുന്നു നമ്മളെവിടെ വേണ്ടെന്നൊക്കെ. അപ്പോ പക്ഷെ ഭയങ്കര ഐ എം സോ എക്സൈറ്റഡ് ആണ് കേട്ടാ. മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ലേ പോയിട്ടുള്ളത് ഫ്ലൈറ്റിൽ, അല്ലെങ്കിൽ ഇപ്പൊ വർക്കിനാണ് പോകുന്നതെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെയല്ലേ, ഹൈദരാബാദോ ബാംഗ്ലൂരോ ചെന്നൈയിലൊക്കെ വർക്കിന് പോകുമ്പോ അത് ഇപ്പൊ സ്റ്റാഫ് ആളുകളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇന്റർനാഷണൽ പോയിട്ടുള്ളപ്പോഴൊക്കെ ഒറ്റയ്ക്കൊക്കെയാണ് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് അപ്പോഴൊക്കെയാണ് പോയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ആദ്യം ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, എങ്ങനെ പോവും എന്നൊക്കെ ഉള്ളൊരു പിന്നെ കുറെ കാലം കൊണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങള് പോണമെന്ന് ആഗ്രഹിച്ചതാണ് എവിടേക്കെങ്കിലും. Turn right onto Pampadi, Pamadapalli Road, Pumanur, near to Puja Highway. ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. Turn right onto Pampadi, Pamadapalli Road. നിന്റെ സൗണ്ട് വേണ്ട. ഞങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ മുപ്പത്തൊന്ന്. അപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞ സമയത്തെ ഇങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ അണ്ണാ? നമ്മളിങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്താണ്. പിന്നെ അതങ്ങ് ഡ്രോപ്പ് ആയിപ്പോയി. ഫൈനലി നമ്മൾ പറയില്ല, എല്ലാം ഇങ്ങനെ പ്രതീക്ഷിക്കാതെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നടക്കാറുള്ളത്. അതുപോലെ എത്തിയിരിക്കുകയാണ്. യെസ്, നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യാതെയാണ് അങ്ങനെ ഭയങ്കര നേരത്തെ ആണെങ്കിലും ഒന്നും പെട്ടെന്ന് അവിചാരിതമായിട്ട് പെട്ടെന്ന് വന്നതാണ്. അങ്ങനെ പെട്ടെന്ന് പോയി. ഇനി എല്ലാം ഭംഗിയായിട്ട് നമ്മൾ പറയില്ലേ, ഫ്ലൈറ്റിലേക്ക് കയറി എല്ലാമൊക്കെ ആയ ഒരു സമാധാനം കിട്ടും അല്ലേ മോനെ? ശങ്കരനാരായണൻ എന്ന് പറയുമ്പോൾ തന്നെ നിശാന്ത് നാരായണൻ. ചീമ എനിക്ക് ഇഷ്ടമല്ല ചീമ എന്ന് പറയുന്നത്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കമന്റ് കാണാമേ, വിനീതിന് സുഖാണോ, വിനീതിനെ അന്വേഷിച്ചെന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരെന്താ എന്റെ കൂടെ ഇങ്ങനെ സീമ വിനീത് എന്നല്ല പേര്. അപ്പൊ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളുടെ പേരാണ് വിനീത്. കാണാം. വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത്. അമ്മ ചായ വെച്ച് വന്നു, ചോറൊക്കെ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞായിരുന്നു. ഇനി ചോറും കൊണ്ട് നടക്കുന്ന കാര്യമില്ല. ഇന്ന് ഉച്ചക്ക് നല്ല കരിമീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ സ്വന്തം ഈ തിരക്കിനിടയിലും ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ കരിമീൻ ഫ്രൈ. അമ്മ പാവയ്ക്ക തോരൻ ഉണ്ടാക്കി. പിന്നെ ഇന്നലെ വൈകുന്നേരം രാത്രി എല്ലാരും ഉണ്ടായിരുന്നപ്പോ എടുത്തോണ്ട് പോകാറായില്ലേ ഇതുവരെ. ബ്രസീൽ ഫാൻസിന്റെ ആണ്ടിരിക്കുന്നു തോട്ട് വീണ്ടാൻ വേണ്ടിട്ട്. ബ്രസീൽ ഫാൻസിന്റെ എന്താ പറയാ, ബ്രസീൽ ഫാൻസ് ഇപ്പൊ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഓക്കെ മോനെ, ബൈ. അപ്പോൾ ഞങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് ചേഞ്ച് ചെയ്തു. സീറ്റ് ചേഞ്ച് ചെയ്തു, സ്റ്റിയറിംഗും ചേഞ്ച് ചെയ്തു, അങ്ങോട്ട് കൊടുത്തു. അതെ, അപ്പോൾ ഇതാണ് സാറിന് ഭയങ്കര സാറിന് ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്. റെസ്റ്റ് എടുക്കണം. പിന്നെ തലവേദന എടുക്കണം. തലവേദന എടുക്കുമെന്ന് ഇങ്ങനെ നോക്കിച്ച് ഭയങ്കര സൂക്ഷിച്ചിട്ടായിരുന്നു. ഒന്നത് ടെൻഷൻ അടിച്ചിരിക്കുന്നു, പോകുന്നതിന്റെ ടെൻഷൻ, ഭയങ്കര ടെൻഷൻ പോകുന്നതിന്റെ. അങ്ങനെ ഞങ്ങൾ രാജ്യം വിട്ട് കുറെ കാലത്തേക്ക് രാജ്യം വിട്ടു പോകുന്ന 1 കൊല്ലത്തിന് ശേഷം രാജ്യം വിട്ടു പോകുന്നത്.
ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുന്നത് അതിന്റെ ഒരു ടെൻഷൻ. അതുപോലെ കുറെ കാലത്തേക്ക് എവിടെയോ പോകുന്ന പോലെയാണ്. 2-3 ദിവസത്തേക്ക് പോകുന്നതിന്. അതെ. 4-5 ദിവസം 5 ദിവസം അപ്പോൾ ഞങ്ങൾ എറണാകുളം ജില്ലയിൽ കയറി. ഇനി ഒരു 20 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിൽ എത്താൻ കേട്ടോ. ഞങ്ങൾ മൂവാറ്റുപുഴ മൂവാറ്റുപുഴയൊക്കെ കഴിഞ്ഞു. മൂവാറ്റുപുഴ വെച്ചാൽ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. അവിടുന്ന് വീണ്ടും 10-12 കിലോമീറ്റർ പോകുന്നു. പെരുമ്പാവൂർ ലോ ഫ്യൂവല് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ യാത്രകൾ തുടരുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ അങ്ങനെ കാണാം. പോയച്ച് കാണാം. പുഴയൊക്കെ മഴ പെയ്ത് മൊത്തം ഇതായി. റോഡ് നിന്റെ മാത്രം എടുക്കല്ലേ. എന്റെ കയ്യിൽ ഓയിലാക്കാൻ വയ്യ. പഴംപുരി മറ്റേ ഭയങ്കര വിദേശ എന്റെ രീതിയിലാണ്. കയ്യിൽ ഓയിലാക്കാൻ വയ്യ കേസ്, അതുകൊണ്ടാണ് കേട്ടോ. എന്നെ മാത്രം കാണിച്ചിട്ട് നല്ല പിള്ളേരെ രണ്ടുപേരും കഴിക്കുന്നുണ്ട്. പഴംപൊരി കഴിക്കുന്നുണ്ട്, എല്ലാ കാലം പഴം നിറച്ചതും കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ടീയും കഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എയർപോർട്ടിലോട്ട് കയറാൻ. നമ്മള് വന്നിറങ്ങി ഇങ്ങോട്ട് മാറിയിരുന്നു. അടിപൊളി മഴ കേട്ടാ. സൂപ്പർ മഴ, പെരുമഴ, കിട്ടുന്ന മഴ, അടിപൊളി മഴ. ഞങ്ങൾ വന്നത് ഇവിടെ ഇറങ്ങി ബാഗ് എടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ശകലം കൂടി ആയിരുന്നെങ്കിൽ മഴ നനഞ്ഞ് ആകെ ഒരു പരുവായിരുന്നു അല്ലേ. എയർപോർട്ടിലേക്ക് എത്തി ഭംഗിയായിട്ട് ഞങ്ങള് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്റർനാഷണൽ ട്രിപ്പ് കേൾക്കാൻ പറ്റും. എത്ര മാത്രമേ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇത്രയും കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതെ, ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ അകത്തേക്ക് കയറിയേ. അകത്തോട്ട് കയറിയിരിക്കുകയാണ്. അതെ, ഞങ്ങൾ അടുത്ത് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. D8 ആണ്, നമുക്ക് അപ്പുറത്താ പോകേണ്ടത്. D8ലേക്ക് പോവാണ്. എനിക്കൊന്ന് നമ്മളാണെന്ന് തോന്നുന്നു ആദ്യം ചെക്ക് ഇൻ ചെയ്ത് കയറാൻ പോകുന്നത്. അവര് വന്നോട്ടെ. ഏത് ചെയ്തിട്ട് ദേ വരുന്ന അങ്ങോട്ട് നോക്ക്. നമ്മളെ ബാഗേജ് കയറ്റി വിട്ടു. ലഗേജ് വളരെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ മേടിച്ചോണ്ട് വരാം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മേടിച്ചോണ്ട് വരും. പിന്നെ അതുപോലെ തന്നെ എയർ ഏഷ്യയുടെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഹാപ്പി കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എമിഗ്രേഷൻ കഴിഞ്ഞ് കാണാം കേട്ടോ. അങ്ങനെ എമിഗ്രേഷൻ കഴിഞ്ഞ് അയ്യോ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഹാപ്പിയായി. ടെൻഷൻ കഴിഞ്ഞു. ഫസ്റ്റ് പാസ്പോർട്ട് ചേഞ്ച് ചെയ്തിട്ട് ആദ്യത്തെ ഫ്ലൈങ് ആണ് ഇന്റർനാഷണൽ ട്രിപ്പ്. എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഐ ആം സോ ഹാപ്പി. അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. അടിപൊളിയായിട്ട്. അയ്യോ അവിടെ ഉണ്ട് കാണാ കപ്പൽ ഷോപ്പൊക്കെ. അത് താഴെ പോവാം. വന്നിട്ട് കഴിക്കാം. വാ. ഇപ്പൊ വിശക്കുന്നുണ്ടോ? നമ്മള് ലോഞ്ചിലേക്ക് വന്ന് ഫുഡ് കഴിക്കാൻ. എനിക്ക് എന്റെ ഏറ്റവും വലിയ പണി കിട്ടിയെന്നറിയോ? അത് പറ. അല്ല ഇത് തന്നെ താഴേക്ക് ഇന്ന് പോവട്ട കിടന്ന് കളിക്കാതാണ് നമുക്ക്. ഇങ്ങനെ ഒരു പൊട്ടനായി പോകല്ലോ. പൊട്ടനായിരുന്നു ഞാൻ. ഇങ്ങനെ ഒരു മണ്ടനായിരുന്നല്ലോ. എനിക്കറിയാം ഇഷ്ടംപോലെ വഴികളൊക്കെ ഉണ്ട്. ചെരുപ്പൊക്കെ ഒട്ടിത്തേഞ്ഞ് എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിന്റെ ടോക്കാൻ മാർക്കിന്റെ ഇതാണ് സെറ്റ്. കൊള്ളാം കേട്ടോ. ഇതെന്റെ കാലിടാൻ വേണ്ടിട്ടായിരിക്കും. ലൂസുണ്ട് കുറച്ച്. ലൂസാണ്. സോക്സ് ഉപയോഗിക്കാത്തോണ്ടാ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ്. ഫുഡ് കോർട്ടിലാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫുഡ് കോർട്ട്.
ഇവിടെ ഒരു ബർഗറിന് ഒരു ഇതിനും വലിയ റേറ്റ് ഉണ്ട് ഇത്. 1300 അത്രേ ഉള്ളൂ. ഒരു കോക്കിന് ഒരു ബർഗർ. ഇത്രയും വലിയ ട്രിപ്പ് പോകുന്നവർക്ക് പിന്നെ ഇത് പിന്നെ വേണ്ട. വേണം. അത് കഴിഞ്ഞ് ഞങ്ങളെ പാസ്സായി നല്ല സെറ്റായിട്ട് ഇരിക്കുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ണടിച്ചിട്ട് നിന്ന് അവിടെ ഞാനിനി ദുബായിന്നെങ്ങനെ വല്ല ഇത് ലാസ്റ്റ് ചെയ്ത ദുബായിയാ. കാരണം കണ്ണ് ഒരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി വരുമായിരുന്നു. കാരണം സർപ്രൈസ് ചെയ്യാൻ ഒരിക്കൽ വന്ന് സർപ്രൈസ് ചെയ്യാൻ വന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ 3 മാസം മുമ്പ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായ്. അച്ഛന്റെ ചേട്ടൻ മരിച്ച സമയത്ത് പെട്ടെന്ന് വന്ന് അതിനടുപ്പിച്ച് ഗോൾഡ് സ്മഗ്ലിംഗ് ആണ്. ഗോൾഡ് സ്മഗ്ലിംഗ് ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഗോൾഡ് കട്ടികൾ കൊണ്ടുവന്നുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ തന്നെ ചോദിച്ചായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാൻ. കട്ടിയില്ല ഒരു ചുട്ടിയില്ലെന്നുള്ളത് നമുക്കല്ലേ തേങ്ങ ഇല്ലാതെയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ബർഗറൊക്കെ വന്ന് ബർഗർ കഴിക്കട്ടെ. ഓക്കെ. നല്ല രസമുണ്ട് കാണാ. സൂപ്പർ നല്ല രസമുണ്ട്. ബർഗർ കഴിക്കുന്നില്ലേ എന്താണ് കഴിച്ചത്? ബർഗർ കഴിക്കുന്നത് ഒന്നാമത് അലിഞ്ഞിരിക്കുന്നു. ആദ്യം അടുത്ത വന്നു നമ്മള് ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. റെഡിയായി കിടക്കുന്നത് വെച്ചാല് ഫുഡാണോ ഇത്? ഇത് പറന്നു വരില്ലേ? അല്ല നമ്മൾ പറയില്ലേ ഫുഡൊക്കെ റെഡി ആയിരിക്കും. എയർ ഏഷ്യ അവിടെ റെഡി ആയിരിക്കുവാണ്. അതിലേക്ക് കയറിയ പണി പോലെയാണ്. പറന്നു വരില്ലേ? ഓട്ടേ വണ്ടി മദ്രാസിലേക്ക് മദ്രാസിലേക്ക് അത് നല്ലൊരു കാര്യമാണ്. ഐ തിങ്ക് നല്ലൊരു അടിപൊളി സംഭവമാണ്. ഇതൊക്കെ പറഞ്ഞ കേൾക്കുന്നുണ്ടോന്നാണ്. സോ ഞങ്ങൾ ഒരു മൈക്ക് വെച്ചിട്ടില്ല. അതെ കേക്ക് അല്ല കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അല്ലെങ്കിൽ കേട്ടതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സിലാവും. ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഗമിക്കണേ. നിങ്ങൾ എവിടെ പോയാലും ബിരിയാണല്ലോ. ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഇത് ഞാൻ പോയപ്പോഴും അതെ എവിടെ പോയാലും പഠിച്ചിട്ടാണല്ലോ. അതുകൊണ്ടായിരിക്കാം. 17 and 18 is there. അങ്ങനെ അതെ ഇനി ഞങ്ങൾ കാലിഫോർണിയയിലേക്ക് ഇനി ഞങ്ങൾ അങ്ങ് ദുബായ് കടപ്പുറത്ത് കണ്ടുകൊണ്ട അതെ അങ്ങ് ദുബായിലേക്ക് പോവാണ്. We discourage unauthorized changing of seats, aircraft secure your large carry-on baggage in the overhead compartments and small items under the seat in front of you. Thank you. ഒരു റിക്കോർഡ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകും. സീറ്റും ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇതിനേക്കാൾ അടുപ്പിലാണ് ജനശതാബ്ദി ട്രെയിൻ. അയ്യോ ഇത്രയും സമയം ലോങ് ടൈം
കംഫർട്ടബിൾ സീറ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ മോനെ ചെറുപ്പത്തില്ലേ? കോമഡി ഇത് വളരെ വളരെ ഞാൻ കാണുന്നത് നമ്മളെ കാണാൻ കേട്ടോ അവിടെ നിങ്ങളുടെ ഏതാ ആണോ അതിലെന്തായിരുന്നു മനസ്സിലായി ഇനി ലഗേജ് കളക്ട് ചെയ്താൽ മതി. ബാഗേജ് ഫോണിൽ ബാഗേജ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദൈവമേ, അവിടെയും ശോകമാണ്. നമ്മളെ ബാഗ് ചിലപ്പോ കറങ്ങുന്നുണ്ടോന്നോ അല്ലേ അല്ലേ കാണ നോക്കാം ആരുമില്ല കേട്ടോ ഇവിടെ. നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കണം. ഏത് ആ അതെ. ചിലപ്പോ ഇനി ഇവിടെ വേറെ ഇനി സ്ഥലം ഉണ്ടോ? അറൈവിങ് അല്ലാതെ നമ്മുടെ ഡിപ്പാച്ചർ സ്ഥലം വേറെ ഉണ്ട്. ഇത് പറയാൻ വയ്യ. ആദ്യം ആരും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ 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 ഓക്കെ. അങ്ങനെ നമ്മൾ ഞാൻ വെൽക്കം ചെയ്ത ഞങ്ങൾക്ക് മുല്ലമാല ഇട്ട് തരുന്നതായിരിക്കും. ഐ തിങ്ക് യെസ് we are also വെൽക്കം വീഡിയോ കിട്ടി. ഇനി ഫോട്ടോ ഉണ്ടെങ്കിൽ ഇട്ടേക്കാം. വെൽക്കം വീഡിയോ കിട്ടി. ആളുടെ കൊടുത്ത വീഡിയോ ഞാൻ പറയാം. ഞാൻ തന്നെ എടുക്കാൻ അല്ല രണ്ടുപേരും എടുക്കുന്നത് കിട്ടത്തില്ലല്ലോ. എന്താണ് ഒരു കംപ്ലൈന്റ്? റെക്കോർഡിങ് വർക്ക് ചെയ്തില്ല എന്ന് എന്താ പറഞ്ഞാൽ റെക്കോർഡിങ്ങിന്റെ ഒരു 6:30 ആയപ്പോൾ ഹോട്ടലെത്തി. അപ്പൊ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്ന് വെച്ചു. എയർലി ചെക്കിങ് ആണ്. ഈ അവിടുന്ന് കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് വേറൊരു രാജ്യത്ത് വന്ന് നിങ്ങൾ ഈ പൂരി കഴിക്കാനാവുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ്. ഓ മൈ ഗോഡ് മാൻ. നൂഡിൽസ് ഈ ഇന്ത്യയിൽ കിട്ടുന്നതാണ്, കേരളത്തിൽ കിട്ടുന്നതാണ്. 5ാമത്തെ ഫ്ലോറിൽ 17ാമത്തെ നമ്പർ റൂട്ടാ. 12 മണിക്ക് ഇവിടെ നോട്ടാം. എടുത്തന്നോ മുംബൈ ഇവിടെ കിട്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇത് ഹോട്ടലിന്റെ റിസപ്ഷൻ എത്തിയിരിക്കുകയാണ്. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇത് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് മുംബൈ പോകുന്നതാണ്. മുംബൈയിൽ വിളിച്ചു പോകും. അവിടെ ഇത്ര ലാസ്റ്റ് അത് വ്യൂ ഇട്ടാണ് കാണാൻ വേണ്ടിട്ടാണ്. ഓപ്പൺ ചിക്കാട് എവിടെ? ഇവിടെയല്ല. ഇങ്ങനെ ഒരു ഇങ്ങനെ ആണല്ലോ ആണല്ലോ. അത് പറയേണ്ട ആവശ്യമുണ്ട്. അത്
പതിയെ പറയേണ്ട ആവശ്യമാണ്. കണ്ടോ, ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കോർണറിൽ ഇത്രയും കഴപ്പ്. വേറെ ഒന്നുമില്ല. ഐ തിങ്ക് ബാൽക്കണി അല്ല. ഹരിതകർമ്മമായ സ്ഥലം കേട്ടോ. നോക്കി അവിടെ കാണാം. ടർഫൊക്കെ ഉണ്ട്. നമ്മള് പൂളിന്റെ മുകളിലാണ്. ഇവിടുന്ന് ചാടിയ പൂളിൽ ചെന്ന് വീഴാം. ഞങ്ങള് റൂമിൽ എത്തിയിരിക്കുന്നു. രണ്ട് അരയന്നങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 അരയന്നങ്ങൾ സല്ലപിക്കുന്നു. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം. അയ്യോ, ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ശരിയായില്ല, വണ്ടിയിൽ ഇരുന്നിട്ടും ശരിയായില്ല. അങ്ങോട്ടൊരു അസ്വസ്ഥത. അതിന്റെ സമയമില്ല. ഇനി പോകണം. കൊറേ ലോങ് നേരം, കുറച്ച് നാളത്തേക്ക് ശേഷമാണ് അല്ലേ. 12 മണിക്കൂർ എന്നിട്ട് 12 പോയില്ല. പോകട്ടെ. എയർപോർട്ടിൽ വന്നിട്ടല്ലേ ഇട്ടത് കാറിൽ നിന്ന് പോയിട്ട്. അതെ. അപ്പം നമ്മളുടെ യാത്രയുടെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ വീഡിയോയിൽ നമ്മൾ അയ്യോ ഇവിടെ ഉണ്ട് കേട്ടോ വ്യൂ. അയ്യോ കണ്ട മറന്നുപോയി. നോക്ക്. അയ്യോ ഇവിടെ കാണാം. അയ്യോ ഇവിടെ കണ്ടുകൂടാ കണ്ണാ. അയ്യോ ബീച്ച് കാണാം. അതാണ് നമുക്ക് ഈ റൂം കേട്ടാ. നോക്ക്, ബീച്ചിന്റെ അവിടെയാണ് നമ്മള്. എന്ത് രസം. അയ്യോ പുള്ളിയേട്ടാ. ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ ഞങ്ങൾ എവിടേക്കാ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത സ്ഥലങ്ങൾ കാണിക്കുമ്പോ എവിടേക്കാണെന്ന് പറയണ്ടേ. അത് അടുത്ത വീഡിയോ പറഞ്ഞാൽ നമ്മൾ എവിടെയാ വന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അതെ, നമ്മുടെ ഡേ 1 ആണ്. ഡേ 1 തൊട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ, ഞങ്ങൾ ഉറങ്ങട്ടെ. നല്ല സുഖമായിട്ട് 2 മണിക്കൂർ തോന്നുന്നു. ഒന്ന് ഉറങ്ങട്ടെ. ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് കാണാം കേട്ടോ. അപ്പൊ ബൈ.